സതീശൻ ഇപ്പോൾ ഭൂമിയിലൊന്നുമല്ല. ഒരു ദിവസം എയറിലാണെങ്കിൽ അടുത്ത ദിവസം സതീശൻ സ്പേസിലായിരിക്കും. ഫ്രീ ടിക്കറ്റ് ആയതുകൊണ്ടും നാവിന്റെ കഴിവ് കൊണ്ടും പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇപ്പോൾ മുഖ്യനായപ്പോഴും സതീശൻ അത് കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. UDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും മുഖ്യമന്ത്രി VD സതീശന്റെ കപട രാഷ്ട്രീയത്തിനുമെതിരെ കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ MM മണി ആഞ്ഞടിച്ചിരുന്നു. സതീശൻ അത് കനത്ത പ്രഹരമുണ്ടാക്കിയിട്ടുണ്ടാവുമെന്നത് നിസ്സംശയം പറയാം. വോട്ട് തട്ടാൻ വേണ്ടി ജനങ്ങളെ നോക്കി ചിരിക്കുകയും അധികാരം കിട്ടിയപ്പോൾ ആ ജനങ്ങളെ തന്നെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനാണ് മണി കണക്കിന് പരിഹസിച്ചത്. അപ്രായോഗികമായ വാഗ്ദാനങ്ങളും തട്ടിപ്പുകളും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിലെത്തിയ VD സതീശനെ പോലെ ഇത്രയും വലിയൊരു നയവഞ്ചകൻ കേരള ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. സതീശന്റെ ശരീരഭാഷയെയും കപട നാടകങ്ങളെയും പൂർണ്ണമായി പൊളിച്ചെടുക്കുന്നതായിരുന്നു MM മണിയുടെ പ്രസംഗം. സതീശൻ പുറമെ കാണാൻ നല്ല സുന്ദരനാണെങ്കിലും ഉള്ളിലിരിപ്പ് തികഞ്ഞ ചെകുത്താന്റേതാണെന്നാണ് മണി ആരോപിക്കുന്നത്. സിനിമകളിൽ പറയുന്നത് പോലെ ഊട്ടിപ്പാലം കടത്തിത്തരാം എന്ന് പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കുന്ന ഒന്നാം തരം തട്ടിപ്പുകാരനാണ് പുതിയ മുഖ്യമന്ത്രി. ആ കപട ചിരി കണ്ടാൽ ആരും വീണു പോകും. പക്ഷേ കയ്യിലിരിപ്പ് ഒന്നാം തരം നയവഞ്ചനയുടേതും. ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കഴുത്തിറക്കുന്ന ഇത്തരം തട്ടിപ്പുകാർ ഭരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ സമാധാനം ഉണ്ടാകുമെന്നാണ് MM മണി ചോദിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരുകൾ ജനങ്ങൾക്ക് നൽകിയ എല്ലാ സുരക്ഷാ കവചങ്ങളും തകർത്തെറിയാനാണ് സതീശൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് MM മണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. LDF സർക്കാരുകൾ സാധാരണക്കാർക്ക് വേണ്ടി ആവിഷ്കരിച്ച ക്ഷേമ പദ്ധതികൾ ഓരോന്നായി വെട്ടിച്ചുരുക്കാനാണ് ഈ UDF സർക്കാർ കൂട്ടാളി കോർപ്പറേറ്റുകളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നത്. ലൈഫ് മിഷൻ ഭവന പദ്ധതി അട്ടിമറിക്കാനും റേഷൻ വിതരണം താളം തെറ്റിക്കാനും പാവപ്പെട്ടവരുടെ പെൻഷൻ മുടക്കാനും മുഖ്യമന്ത്രി സതീശൻ നേരിട്ട് ചരട് വലിക്കുകയാണ്. ജനവിരുദ്ധ നയങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഈ നയവഞ്ചകർക്കെതിരെ ജാഗ്രത പാലിക്കേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടെന്നും UDFന്റെ ജനദ്രോഹ കോട്ടകളെ തകർക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം അനിവാര്യമാണെന്നും മണി പറയുന്നുണ്ട്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് കേന്ദ്രത്തിലെ ഭരണകൂടത്തിന് ദാസ്യവേല ചെയ്യുകയാണ് സതീശനും കൂട്ടരുമെന്ന് മണി കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ തന്നെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വഴിവിട്ട സഹായങ്ങൾ UDF സർക്കാർ ചെയ്തു നൽകുന്നുണ്ട്. കേരളത്തിന്റെ ആത്മാഭിമാനം പണയം വെക്കുന്ന ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഇടതുപക്ഷം ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും സതീശന്റെ കപട മുഖംമൂടി അണിഞ്ഞ ഭരണം അധികകാലം മുന്നോട്ടു പോകില്ലെന്നും പറഞ്ഞാണ് MM മണി തന്റെ തീപ്പൊരി പ്രസംഗം അവസാനിപ്പിച്ചത്.